ഞാനിന്ന് പറയാൻ പോകുന്ന കഥ നടക്കുന്നത് 12-ാം നൂറ്റാണ്ടിലാണ്. ഇംഗ്ലണ്ടിലെ വോൾപിറ്റ് എന്ന ഗ്രാമത്തിൽ അന്ന് ചെന്നായയുടെ ആക്രമണമൊക്കെ വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നായെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗ്രാമവാസികളൊക്കെ കൂടിയിട്ട് ഒരു കെണി വെച്ചു. അങ്ങനെ കെണിയിൽ ചെന്നായ വീണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഗ്രാമവാസികൾ പോയപ്പോൾ അവർ കണ്ടത് കെണിയിലകപ്പെട്ട 2 കുട്ടികളായിരുന്നു. കാണാൻ സഹോദരൻ സഹോദരി പോലുള്ള 2 കുട്ടികൾ വളരെ വിചിത്രമായിരുന്നു. ഇവരെന്തുകൊണ്ട് വിചിത്രമായെന്ന് ചോദിച്ചാൽ ഇവരുടെ സ്കിന്നിൻ്റെ നിറവും ഇവർ സംസാരിക്കുന്ന ഭാഷയുമാണ്. ഇവരുടെ സ്കിന്നിൻ്റെ നിറം എന്ന് പറയുന്നത് പച്ച നിറമായിരുന്നു. ഇവർ സംസാരിക്കുന്ന ഭാഷയാകട്ടെ വളരെ വിചിത്രമായതൊരു ഭാഷയും. വെറും പച്ചപ്പയർ മാത്രമായിരുന്നു ഇവരുടെ ഭക്ഷണം. എന്നാൽ മെല്ലെ മെല്ലെ ഇവർ സാധാരണ ഭക്ഷണങ്ങളായൊക്കെ അഡാപ്റ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ ഇവരുടെ സ്കിന്നിൽ ആ പച്ച നിറം വരെ ഫെയ്ഡാവാൻ തുടങ്ങി. എന്നാൽ ഇതിൽ ആൺകുട്ടി അവിടുത്തെ കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളുമായിട്ടൊന്നും ഇണങ്ങിച്ചേരാൻ പറ്റാതെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ് മരണപ്പെട്ടു. എന്നാൽ പെൺകുട്ടിക്ക് ഈ കാര്യങ്ങളായിട്ടൊക്കെ സർവേ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. അങ്ങനെ ആ കുട്ടി മെല്ലെ മെല്ലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരെ പഠിച്ചെടുത്തു. അങ്ങനെ ഈ കുട്ടി ഇവരുടെ ഒറിജിൻ ഏതാണെന്ന് പറഞ്ഞു. സെൻറ്റ് മാർട്ടിൻസ് ലാൻഡ് എന്ന സ്ഥലത്ത് നിന്നാണ് ഇവർ വരുന്നതെന്നും അവിടെ എല്ലാം പച്ച നിറത്തിലാണെന്നും ഈവൻ മനുഷ്യർ പോലും പച്ച നിറത്തിലാണെന്നും ആ കുട്ടി പറഞ്ഞു. അവിടെ ഏത് സമയവും ഒരു സന്ധ്യാനേരത്തിൻ്റെ പ്രതീതിയാണെന്നും സൂര്യപ്രകാശം ഒട്ടും തന്നെ ഇല്ലാത്തൊരു സ്ഥലമാണെന്നും ആ കുട്ടി പറഞ്ഞു. അവരൊരു ദിവസം ഒരു ഗുഹയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു എന്നും അവിടെ വെച്ച് ഒരു ബെല്ലിൻ്റെ ശബ്ദം കേട്ട് അത് ഫോളോ ചെയ്താണ് അവർ ഈ ചെന്നായെ പിടിക്കാൻ വെച്ച കെണിയിൽ പെട്ടുപോയതെന്നും ഇവർ പറഞ്ഞു.